കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവതരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവെഴുത്ത് ഭാഗം ഒന്നിച്ച് വായിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന് ഞാൻ ശരണപ്പെടും. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കണം നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം സഹിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പാപയാഗത്തിന്റെ ഉടൻ നഗരവാതിലിന് പുറത്ത് വെച്ച് ചുട്ടുകളഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഹല്ലേലൂയ ക്രിസ്തു നമുക്ക് വേണ്ടി നഗരവാതിലിന് പുറത്ത് കാൽവരി ക്രൂശിൽ വെച്ച് പാപയാഗമായി തീർന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ കുഷ്ഠരോഗിയുടെയും ദൈവദൂഷണം പറയുന്നവന്റെയും ശബത്ത് ലംഘിക്കുന്നവന്റെയും സ്ഥാനം പാളയത്തിന് പുറത്തായിരുന്നുവെന്ന് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ കുറ്റക്കാരെ കല്ലെറിഞ്ഞ് കൊന്നതും അവിടെ വെച്ചാണ് രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരു കുറ്റക്കാരനെ പോലെ യെരൂശലേം നഗരത്തിന് വെളിയിൽ വെച്ച് കഷ്ടം സഹിച്ചു എന്നുള്ളതാണ്. അപ്പം ദൈവദൂഷണം പറയുന്നവനെയും കുറ്റക്കാരനെയും അതുപോലെ തന്നെ പാപം ചെയ്തവനെയൊക്കെ നഗരവാതിലിന് പുറത്ത് വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പഴയ നിയമത്തിൽ ഒരു പ്രമാണം നിൽക്കുമ്പോഴേ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ ഒരു കുറ്റക്കാരനായിട്ട് കണ്ട് യെരൂശലേം നഗരത്തിന് വെളിയിൽ വെച്ച് ഹല്ലേലൂയ യേശു കഷ്ടം അനുഭവിച്ച് മരിക്കേണ്ടി വന്നു എന്നാണ് എബ്രായ ലേഖനക്കാരൻ ഈ തിരുവെഴുത്തൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാൻ. ഇവിടെ പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ്. മനുഷ്യൻ എന്തെല്ലാം പുറമെ കാട്ടിക്കൂട്ടിയാലും മനുഷ്യൻ പുറമെ എന്തെല്ലാം ചെയ്താലും വചനപ്രകാരം വിശുദ്ധീകരണമാകുന്നില്ല. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ രക്തത്താലാണ് നമുക്ക് വിശുദ്ധീകരണം നൽകുന്നത്. അതിനുവേണ്ടിയിട്ടാണ് കർത്താവ് യെരൂശലേം നഗരവാതിലിന് പുറത്ത് വെച്ച് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചെന്നോടെ ക്രൂശിൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ നമുക്ക് വേണ്ടി ആ യാഗമരണം ഏറ്റെടുത്തത്. പ്രൈസലോ. ഒരിക്കൽ ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെയുണ്ട്, മാർട്ടിൻ ലൂഥറിന്റെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മരണത്തിന്റെ വക്കോളം എത്തിയ ഒരു യുവാവിനെ കുറിച്ച് മാർട്ടിൻ ലൂഥർ കേട്ടു. ഹല്ലേലൂയ. അദ്ദേഹം ആ മനുഷ്യന്റെ അരികിൽ ഓടി വന്ന യുവാവെ ഭൂമിയെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നുവോ, ദൈവത്തിനായി നീ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു. അപ്പം മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ട് മാർട്ടിൻ ലൂഥർ ഒട്ടും സമയം കളയാതെ അതേ കൂടി ആ സഹോദരരികെ എത്തിയിട്ട് യുവാവി ഹല്ലേലൂയ സ്തോത്രം ചോദിച്ചതാണ്. ഹല്ലേലൂയ ഭൂമിയെ ഹല്ലേലൂയ ഉപേക്ഷിച്ചിട്ട് പ്രൈസലോ ദൈവത്തിനായി നീ എന്തു കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യമാണ്. അവനുടെ മറുപടി, സാറേ എന്റെ എളിമയായ ആത്മാവിനെ കാണിക്കയായി കൊണ്ടുപോകുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. കാരണം യേശുവിന്റെ രക്തം എന്റെ പാപം പോകി ശുദ്ധീകരിച്ചിരിക്കുന്നു. വളരെ ശക്തമായ മറുപടി എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉപേക്ഷിച്ച് നീ ദൈവത്തിനായി എന്തു കൊണ്ടുപോകുന്നു എന്നുള്ള ചോദ്യത്തിന് ആ മരണത്തിന്റെ വക്കോളം എത്തുന്ന മനുഷ്യൻ പറഞ്ഞത്, എന്റെ പാപം ക്ഷമിച്ച് എന്റെ അകൃത്യങ്ങൾ ക്ഷമിച്ച് ഹല്ലേലൂയ എനിക്ക് ഈ മോചനം തന്നത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കുകയായിട്ട് അത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അവന്റെ മുഖം വളരെ പ്രകാശിച്ച് സന്തോഷത്താൽ നിറയപ്പെട്ടു എന്നുള്ളതാണ് മാർട്ടിൻ ലൂഥറിന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഒരു പുസ്തകത്തിൽ
അദ്ദേഹം ചെയ്ത സുവിശേഷീകരണത്തോടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഈ വചനം വായിക്കുമ്പോൾ വളരെ നമ്മെ ചിന്തിപ്പിക്കണം. ഈ ഭൂമിയെ ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, ഈ ലോകത്തിൽ പലർക്കും ഈ ഭൂമിയാണ് വലിയ പ്രശ്നം. ഞാൻ നേടിയത്, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ സമ്പാദിച്ചത്, പാരമ്പര്യ സ്വത്ത്, പലരുടെയും തോണ്ടിയെടുത്തത്, വെട്ടിപ്പിടിച്ചത്, ഈ ഭൂമിയെ വിട്ടുപോകാൻ പലർക്കും ഭയങ്കര മടിയാണ്. എന്നാൽ ഈ മരണത്തിന്റെ വക്കോളം എത്തി ഈ മനുഷ്യൻ ഭൂമിയെ വിട്ടുപോകാൻ തയ്യാറായി. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ നേടിയതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഈ നേടിയതൊന്നും എന്റെ സ്വന്തമല്ല. ഞാൻ മരിക്കും, മരണത്തിന് മുമ്പ് എന്റെ പാപത്തിന് വിശുദ്ധീകരണം വരുത്തണം. ആ മരണത്തിന് മുമ്പ് പാപത്തിന് വിശുദ്ധീകരണം വരുത്തുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴമായി വന്ന ആ ബോധ്യ ചിന്ത അദ്ദേഹം ഈ ഭൂമിയെ കൈവിട്ട് കളയാൻ തീരുമാനിക്കുകയാണ്. പ്രൈസലോ. അവിടെയാണ് മാർട്ടിൻ ലൂഥറിന്റെ ചോദ്യത്തിന് പ്രശസ്തി. ഹല്ലേലൂയ. ആ മനുഷ്യൻ പറഞ്ഞതിന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പാപപരിഹാരം യേശുവിന്റെ രക്തം ആദ്യം കാണിക്കയായി കൊണ്ടുപോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ഈ ലോകത്തിലുള്ളതിന് വേണ്ടി നീ ജീവിക്കരുത്. ഈ ലോകത്തിലുള്ള സാധ്യതകളെ നീ കണ്ട് നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്കറിയാം, പലരും വിശ്വാസ ജീവിതത്തിലുണ്ടെങ്കിലും, പലരും ഭക്തിയുടെ വേഷഭൂഷാദികളൊക്കെ അണിയാൻ നിൽക്കുന്നതെങ്കിലും, ഒരിഞ്ച് ഭൂമിക്ക് കോടതി കയറി ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വെല്ലുവിളി നടത്തി സഹോദരങ്ങൾ തമ്മിൽ അടിച്ചു പിരിയുന്നൊരു കാലഘട്ടമാണ്. അല്ലേ? കാരണം ഭൂമിയെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ മരണത്തിന് വക്കോളം എത്തിയ ആ മനുഷ്യൻ ഭൂമിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിലുള്ളതിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ കടിച്ചതൊന്നും കിടക്കരുത്. അതിനെ വിട്ടുകളയണം. ദൈവം നിങ്ങൾക്ക് തന്ന ആത്മരക്ഷയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പാപത്തിന്റെ കറകളെ പോക്കിയ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് വലിയ ബോധ്യം വന്നിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന്റെ സന്നിധി സന്തോഷത്തോടെ എത്തിച്ചേരണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ മാത്രമേ വിശുദ്ധീകരണമുള്ളൂ എന്ന് മരണത്തിന്റെ വക്കോളം എത്തി നിന്ന മനുഷ്യന് ബോധ്യമായെങ്കിൽ, മനസ്സിലായെങ്കിൽ, ഇന്ന് പകലരെ കേൾക്കുന്ന പ്രശ്നോതാവി നാം എത്രമാത്രം ദൈവസനയില് നിഷ്കളങ്കമായി വിശുദ്ധമായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് നാം ഇവിടെ ചിന്തിക്കണം. യേശു അതിനു വേണ്ടിയിട്ടാണ് യെരുശലേം നഗരം അതിൽ പുറത്ത് വെച്ച്, അഥവാ കാൽവരി ക്രൂശിൽ വെച്ച് ഈ കഷ്ടം സഹിച്ചതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവനാ എന്നൊരു ചോദ്യം മനുഷ്യന്റെ മുമ്പിലുണ്ട്. പ്രൈസണം. എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നുള്ളതാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അല്ലേ? അങ്ങനെ പഠിപ്പിച്ചാലേ മതങ്ങളുടെ പിന്നാലെ ജനം നിൽക്കത്തുള്ളൂ. പക്ഷെ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അതാണ് അതിലത്തെ യാഥാർത്ഥ്യം. സകല മതത്തിൽ നിൽക്കുന്നവരോടും ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ മരിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ പോകുന്നു. എവിടുന്നോ കേട്ടതും പഠിച്ചതുമായിരിക്കുന്ന ഊഹാഭോഗങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം സ്വർഗവും നരകവും കൂടെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നില്ല. സ്വർഗം മാത്രം സൃഷ്ടിച്ച പോരെ, എല്ലാവരും സ്വർഗത്തിലെത്തുമായിരുന്നെങ്കിൽ. അപ്പൊ സ്വർഗവും നരകവും ദൈവം ഈ ഭൂമി വെച്ചിരിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തിയത് എല്ലാവർക്കും ദൈവരാജ്യത്തിൽ പോകാൻ കഴിയില്ല എന്ന് നാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. അത് തിരിച്ചറിയാതെ ഇന്ന് പലരും മതങ്ങളുടെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ സ്വർഗരാജ്യത്തിൽ ആര് പ്രവേശിക്കും? വളരെ ഹല്ലേലൂയ പ്രശസ്തിയുള്ള ചോദ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളോട് ചോദിക്കണം. സ്വർഗരാജ്യത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കണം. മറ്റൊരാൾ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് അതിന് മറുപടി കണ്ടെത്തുന്നത്. സങ്കീർത്തനക്കാരന് തക്കതായൊരു മറുപടി നൽകുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തനം നമ്മൾ 24-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 3-4 വാക്യങ്ങൾക്കകത്ത് ഈ മറുപടി കിടക്കുക, സ്വർഗരാജ്യത്തിൽ ആർ കയറും എന്നുള്ളതിന്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സങ്കീർത്തനം 24-4, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? ഹല്ലേലൂയ. അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? പ്രൈസലോ. അടുത്ത വാക്യം, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പ്രൈസലോ. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ. അവന്റെ വിശ്വസ്ഥലത്ത് നിൽക്കുവാൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കുവാൻ, ആമേൻ, അല്ലെങ്കിൽ നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വെക്കാതെയും ഉള്ളവർക്ക് മാത്രമേ
ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ പറ്റുന്നത്. അല്ലാതെ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഒരു തുണ്ട് ഭൂമി വിട്ടുകൊടുക്കാത്ത, ഒരു കരുണ കാണിക്കാത്ത സഹോദരങ്ങളോട്, കൂട്ടു സഹോദരന്മാരോട് ഒരു മനസാക്ഷി കാണിക്കാത്ത പലരും ദൈവരാജ്യത്തിൽ പോകാനിരിക്കുകയാണ്. അവർക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഈ ഭൂമിയിലിരുന്ന് പറയാൻ കഴിയും. ഭൂമിയിലിരുന്നു കൊണ്ട് നമുക്ക് എന്തു വേണം പറയാം. ഈ ജീവനോടെ ഇരിക്കുമ്പോൾ, നമുക്ക് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് എന്തു വേണേലും വിളിച്ചു പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ ലോകത്തിലുണ്ട്. ആ നിയമങ്ങൾ പോലും അത് അനുകൂലമായിട്ട് വന്നിരിക്കുക. ഇപ്പം എന്തും വിളിച്ചു പറയുന്ന, പണ്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പൊ എന്തും വിളിച്ചു പറയാം. അങ്ങനെ പലരും പലതും വിളിച്ചു പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ അതിൽ പെട്ടുപോകരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്തും വിളിച്ചു പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്, നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്. സ്വർഗരാജ്യത്തിൽ ആ കയറും എന്ന ചോദ്യം നിന്റെ ഉള്ളിൽ വരുമ്പോൾ, ആമി നിർമ്മല ഹൃദയം, വെടിപ്പുള്ള കൈയും, വ്യാജത്തിന് മനസ്സ് വെക്കാത്തവനുമാണോ എന്നുള്ള ആ ചിന്തയിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ആവർത്തിച്ചത്, അല്ലെങ്കിൽ മരണത്തിന്റെ വക്കോളം എത്തി നിന്ന മനുഷ്യൻ ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ദൈവസനിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അല്ലേ? ഈ ഭൂമിയിലുള്ളതിന് വേണ്ടിയിട്ടൊന്നും നമ്മുടെ ജീവിതത്തെ കളയരുത്. അപ്പം സ്വർഗരാജ്യത്തിൽ ആര് കയറും എന്ന ചോദ്യത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കുമ്പോൾ ഇതൊരു സുപ്രധാനമായ ചോദ്യമാണ്. ആര് കയറും? വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയമുള്ളവൻ മാത്രം. വിശുദ്ധിയുടെ കൃപയുടെ അടയാളമാണ് അല്ലേലൂയ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മജീവിതത്തിൽ നാം വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. പറയുകയല്ലോ. അപ്പൊ കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ കടപ്പെട്ടവന്. കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ സൽപ്രവർത്തികൾ ചെയ്യുവാൻ അവൻ കടപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കൈകൾ പ്രവൃത്തിയെ കാണിക്കുക. നമ്മുടെ കൈകളൊക്കെ പ്രവൃത്തിയെ കാണിക്കുന്നു. മനസ്സും ചിന്തയും പ്രവൃത്തിയും എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതിനെയാണ് അത് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവനാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെന്ന് നമ്മെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. അപ്പൊ നില കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ കൈകൾ, ഹല്ലേലൂയ, നിങ്ങളുടെ കൈകൾ എന്ന് പറയുന്നത്, സ്തോത്രം, സൽപ്രവർത്തികൾ ചെയ്യുവാനായിരിക്കണം. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് നിൽക്കുന്ന, വിശുദ്ധിയുടെ വേഷം കെട്ടി നിൽക്കുന്നവരുടെയും പറയട്ടെ, നീ മറ്റുള്ളവരുടെ അതിര് തോണ്ടരുത്. നിന്റെ സഹോദരന്റെ അതിര് നീ തോണ്ടരുത്. ആരുടെ നീ വെട്ടിപ്പിടിക്കരുത്. വ്യാജം പറഞ്ഞ് നിന്റെ കൈകൊണ്ടൊന്നും നേടരുത്. കൈക്കൂലി വാങ്ങരുത്. മോഷ്ടിക്കരുത്. ഹല്ലേലൂയ. അമിത പലിശ, കൊള്ളപ്പലിശ വാങ്ങരുത്. നിന്റെ കൈ വെടിപ്പുണ്ടായിരിക്കണം. വെടിപ്പില്ലാത്ത കൈ ഉള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ കൈകൾ എന്താണ്? ഹല്ലേലൂയ, സൽപ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കണം. രക്തം ചെയ്യും. ഈ ഒരു അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധന്മാരിൽ ഒരു 90% കർത്താവിന്റെ വരവെങ്കിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പൊ ക്രിസ്തു മുഖാന്തരം ഈ ലോകത്തിന്റെ മോഹങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. ക്രിസ്തു മുഖാന്തരം പാളയത്തിന് പുറത്തു വെച്ച്, ഹല്ലേലൂയ, അഥവാ യെരൂശലേം നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ച യേശു, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരുത്തുന്ന യേശു, ആ കർത്താവിനെ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മുൻനിർത്തി കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ചു. ഈ ലോകം മുഴുവൻ നിങ്ങൾ വെട്ടിപ്പിടിച്ചാലും, ഈ ലോകം മുഴുവൻ നിങ്ങൾ നേടിയെടുത്താലും, അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ, അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, എന്തെല്ലാം നിങ്ങൾ നേടിയാലും നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ആത്മാവ് നഷ്ടമായാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ അനുഭവം എന്റെ ആത്മാവാണ്. ഈ ആത്മാവിന് കളങ്കം വരുന്ന, ആത്മാവിനെ കളങ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന യാതൊന്നും നമ്മൾ ചെയ്യരുത്. ആത്മാവ് എപ്പോഴും വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആത്മാവിൽ വിശുദ്ധിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ കാഹളനാദം കേൾക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവരാജ്യത്തിൽ പോകാനിരിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കൈകൾ, ഹല്ലേലൂയ, വെടിപ്പുള്ളതായിരിക്കണം. സൽപ്രവൃത്തി ചെയ്യണം. മാത്രമല്ല, മനസ്സും ചിന്തയും പ്രവൃത്തിയും എന്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം വേണം.
ലേരിയ. പഴയ നിയമത്തില് പാപങ്ങൾ മോചിക്കപ്പെടുവാനായി കാളയോ ആട്ടിൻകുട്ടിയോ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവയുടെ മേൽ പാപം ചെയ്തവൻ അല്ലെ തന്റെ കൈകൾ വെച്ച് സകല പാപങ്ങളും അവയുടെ മേൽ ചുമത്തിയതിനു ശേഷം അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയുടെ കാളുടെ മേൽ ചുമത്തിയതിനു ശേഷം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ കിടത്തി യാഗം കഴിക്കും. ആ രക്തം പാപം ചെയ്ത മനുഷ്യന്റെ മേൽ തെളിച്ചുകൊണ്ട് ഈ ആട് നിന്റെ പാപം ചുമന്നു, അല്ലെങ്കിൽ ഈ കാള നിന്റെ പാപം ചുമന്നു, പാപത്തിന്റെ ശിക്ഷയായി തന്റെ ജീവൻ നൽകിയിരിക്കുന്നു എന്ന് പുരോഹിതൻ പറയുമ്പോൾ ആ മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ആ പുരോഹിതൻ സമാധാനത്തോടെ നീ പോക എന്ന് പറയും. സമാധാനത്തോടെ പോക എന്ന് പറയും. അപ്പൊ ആ മനുഷ്യന്റെ ചിന്ത എന്താണ്? അദ്ദേഹം ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ഒരു കാളയോ ഒരു ആട്ടിൻകുട്ടിയോ കൊണ്ടുകൊടുത്ത് ആ ദൈവാലയത്തിലെ ആ പുരോഹിതൻ സ്തോത്രം ആ കാളയെ ആ പാപിയായ മനുഷ്യന് വേണ്ടി ഈ യാഗം കഴിക്കുമ്പോൾ ആ മനുഷ്യന്റെ പാപം ഈ കാളയുടെ മേൽ ചുമത്തി അത് ഏറ്റെടുത്ത് അവനെ സ്വതന്ത്രമാക്കി എന്നുള്ള ചിന്താഗതി അന്നുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയത്തില്ല, പലരും പാപം ചെയ്തിട്ട് വലിയ കൊടിയ തെറ്റുകൾ ചെയ്തിട്ട് ആ പാപപരിഹാരത്തിന് വേണ്ടി എന്തുമാത്രം രക്തബലികളാണ് നടത്തുന്നത്. രക്തം ചൊരിയിക്കുക, മൃഗങ്ങളുടെ രക്തം, ആടുമാട് കന്നുകാലികളുടെ പക്ഷികളിലൊക്കെ കോഴികളിലൊക്കെ രക്തം ചൊരിയിച്ച് പാപപരിഹാരത്തിന് വേണ്ടി പലരും പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും അടിമപ്പെട്ടു പോകരുത് കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയസുരമായി പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ, ഈ കാലഘട്ടത്തിലുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ കാളയുടെയോ ആട്ടുകൊറ്റന്റെയോ പക്ഷികളുടെയോ കോഴിയുടെയോ രക്തം കൊണ്ട് നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണമില്ല. പ്രൈസോ, നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം യേശുവിന്റെ രക്തം മാത്രം. പ്രൈസോ, ഇനിയെങ്കിലും നിങ്ങൾക്ക് സുബോധം വന്ന് നിങ്ങൾ ആ ഒരു അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ലക്ഷ്യത്തോടു കൂടി ആ സ്വർഗരാജ്യത്തിൽ യഹോവയുടെ പർവ്വതത്തിൽ കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് നമുക്ക് ചെല്ലുവാൻ കഴിയും. ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. നമ്മളെല്ലാവരും ജീവിക്കുന്ന ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ വേണ്ടിയല്ലേ? സ്തോത്രം. ആരെങ്കിലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് പോലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നരകം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാ. പക്ഷെ നല്ലൊരു ശതമാനം അങ്ങോട്ട് പോകാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അവരറിയുന്നില്ല. അവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നു, പക്ഷെ അവരുടെ പാപപരിഹാരം വരുത്തിയിട്ടില്ല. അവരൊക്കെ ചിന്ത എല്ലാ പാപികളും സ്വർഗത്തിൽ ചെല്ലുമെന്നാണ്. പാപികളുടെ വാസസ്ഥലമല്ല, പാപികൾക്ക് മേഞ്ഞു നടക്കുവാനുള്ള പുൽമേടല്ല സ്വർഗരാജ്യം എന്ന് പറയുന്നത്. സ്വർഗരാജ്യം വിശുദ്ധന്മാർക്ക് വസിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് രക്തം ചെയ്യും. ഏറ്റവും ആസനമായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രഭാതം മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ കിട്ടിയില്ലെന്ന് വരാം. ഒന്നുകിൽ കർത്താവിന്റെ വരവ് സംഭവിക്കാം, അല്ലെങ്കിൽ മനുഷ്യന്റെ മരണം ഏത് സമയത്ത് സംഭവിക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ഉറപ്പ്, ഹല്ലേലൂയ, നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കത്തില്ല. ചിലരൊക്കെ എങ്ങനെ പെണ്ണിന് വേണ്ടി, മണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, ഈ ലോകത്ത് സുഖങ്ങൾക്ക് വേണ്ടി, ജഡികതയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. ഹല്ലേലൂയ. അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നവരുമാണ്, പ്രമാണമൊക്കെ നന്നായിട്ട് പറയുന്നവരുമാണ്. പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ വചനത്തെ അനുസരിച്ച് പോകണം. വിശുദ്ധ ജീവിതം നയിക്കണം. സഹോദരനെ പകച്ചും, സഹോദരന്റെ ഏഷണി പറഞ്ഞും, സഹോദരിക്കെതിരെ ഏഷണി പറഞ്ഞും, കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിൽ കലഹിച്ചും, മാതാപിതാക്കളെ വെറുത്തും, മാതാപിതാക്കളെ കൊണ്ട് ഓൾട്ടേജ് ഹോമിലാക്കിയിട്ടും എന്നിട്ട് സുഖലോലുപ ജീവിതം നയിച്ച് ഇവിടെ എല്ലാ വിറക്കൂത്തും കണ്ടും കേട്ടും അനുഭവിച്ചും നടക്കുന്ന ഇവർക്കൊന്നും ദൈവരാജ്യത്തിൽ പോകാൻ കഴിയില്ല. വൈസലോ, ദൈവരാജ്യം കർത്താവിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. പ്രശ്നിക്കുക, നമ്മളങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മനസ്സരിവാ. ഹല്ലേലൂയ. അല്ല, നമ്മളങ്ങോട്ട് ചെല്ലാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ടങ്ങ് ചെല്ലും, സ്വർഗരാജ്യത്തിൽ ചെല്ലും. എന്റെ വിശ്വാസമാണത്, എന്റെ പ്രതീക്ഷയാണ്. പക്ഷെ ആ വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ ഉള്ളപ്പോൾ തന്നെ, ഹല്ലേലൂയ, എന്നിലത് ഉള്ളപ്പോൾ തന്നെ എനിക്ക് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും
വ്യാജത്തിന് മനസ്സ് വെക്കാത്ത, കള്ളസത്യം ചെയ്യാത്ത നല്ലൊരു ഹൃദയം എനിക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. പ്രൈസലോ. അപ്പൊ നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് ജീവിതം അവസാനിക്കുമ്പോൾ നിത്യമായ നരകത്തിൽ ചെന്ന കെടാത്ത തീയും ചാകാത്ത പുഴു സകല ദുഷ്ടന്മാരും കിടക്കുന്ന അവിടെ കിടന്ന് ആ നിത്യത മുഴുവൻ നരകയാതന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ സുഖങ്ങൾ, ഈ ഭൂമിയിലെ സുഖങ്ങൾ, ജഡത്തിന്റെ സുഖങ്ങൾ ഒക്കെ വിട്ടിട്ട് ദൈവരാജ്യത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ജഡത്തിന്റെ ചിന്ത മരണമെന്ന, ജഡത്തിന്റെ ചിന്ത മരണം, പാപം ചെയ്യുന്നതേക്ക് മരിക്കുമെന്ന, അത് റോമാലേഖന 7-ലും എസ്കേന്റെ പുസ്തകത്തിലൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും, 18-ലൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ? എന്നാൽ ആത്മാവിന്റെ ചിന്ത എന്ന് പറയുന്നത് ജീവന് സമാധാനമാണ്. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ആത്മാവിന്റെ ചിന്തയിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലേ? അപ്പം പഴയ നിയമത്തിൽ കാളുകളെയും ആടുകളെയും പക്ഷികളെയും യാഗം കഴിച്ച് പാപിയായ മനുഷ്യന്റെ പാപം ആ പക്ഷിയുടെയോ കാളയുടെയോ ആടുകളുടെയോ മേൽ ചുമത്തി നിന്റെ പാപങ്ങൾ പരിഹരിച്ചിരിക്കുന്ന ഈ സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞ് വിട്ടൊരു കാലഘട്ടമുണ്ട്. അല്ലേലിയ. അതിനെ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അല്ലേലിയ യേശുക്രിസ്തു ഇന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി മാറിയ അനുഭവത്തെ നമുക്ക് വെളിപ്പെടുത്തുകയും ഇബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാൻ കാരണമായത് അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം സഹിച്ചുവെന്ന്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം ഇത്തരം അനേക യാഗങ്ങൾ ഹല്ലേലൂയ മനുഷ്യന്റെ പാപമോചനത്തിനായി അനുഷ്ഠിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഒരുപാട് യാഗങ്ങൾ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ ചെയ്യുമായിരുന്നു. ഒരുപാട് യാഗങ്ങൾ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി. ആ യാഗങ്ങൾ പാപങ്ങളെ മൂടിയെന്നല്ലാതെ പാപങ്ങളെ കഴുകി പൂർണ്ണ വിശുദ്ധിയെ കൊണ്ടുവരുവാൻ സാധിച്ചില്ല. അല്ലേലിയ. പഴയ നിയമത്തിലെ യാഗങ്ങൾ പാപത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്ത ആ യാഗം, ആടിനെയോ കാളയോ പക്ഷികളോ യാഗം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പാപത്തെ മൂടിക്കളഞ്ഞു. പക്ഷെ ആ മനുഷ്യന്റെ പാപത്തെ പൂർണ്ണമായി ശുദ്ധീകരിക്കുവാൻ ആ യാഗങ്ങൾ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലേലിയ. അപ്പൊ മാനവരാശി മുഴുവനും അല്ലേലിയ ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അന്വേഷിച്ചു. അല്ലേലിയ. മാനവജാതി മുഴുവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാളയോ പക്ഷിയോ ആടുകളൊന്നും അല്ല. മാനവരാശിയുടെ മുഴുവൻ പാപത്തെ ചുമക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ യേശുവാണ്. അല്ലേലിയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അല്ലേലിയ. വിശുദ്ധ വേദപുസ്തകം വായിക്കും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ അല്ലേലിയ നമുക്കവിടെ രേഖപ്പെടുത്തി അവിടെ ഇങ്ങനെ പറയുന്നു: പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മൂപ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഹല്ലേലൂയ. അതേ സ്നേഹിത, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പിതാവായി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് യെരൂശലേം നഗരവാതിലിന് പുറത്ത് വെച്ച് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു മരിച്ചത് അല്ലെങ്കിൽ ആ രക്തത്തെ നമ്മൾ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ദൈവരാജ്യം നമുക്ക് അവകാശമായി നൽകാൻ പറ്റും. അതാണ് യോഹന്നാൻ പറയുന്നത്. അപ്പൊ യോഹന്നാൻ പറഞ്ഞ 2ാമത്തെ സാക്ഷ്യമാണ് പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളത്. അപ്പൊ ഈ യോഹന്നാന്റെ വിഷയം 1-ാം അധ്യായം 19-ാം വാക്യത്തെ അല്ലെങ്കിൽ നിവേദക സംഘം യെരൂശലേമിൽ നിന്ന് വന്നു പോയതിന്റെ അടുത്ത ദിവസം നടന്ന കാര്യമാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ 1-19 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾക്ക് 29 വായിച്ചാൽ മതി. അപ്പൊ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ ലോകത്തെ പരിചയപ്പെടുത്തുവാനുള്ള ഒരു അവസരം ഇവിടെ കർത്താവ് കൊടുക്കുന്നു. ലോകത്തിന്റെ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തോട് അകന്നു പോയ മനുഷ്യവർഗത്തിന്റെ പാപത്തെ എന്നുള്ളതാണ്. അല്ലെ, ആ അർത്ഥത്തിലാണ്. അപ്പം പാപം ചുമക്കുക എന്ന പ്രയോഗം ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയും.
ഹല്ലേലൂയ. പാപം വഹിച്ചുകൊണ്ട് പോകുന്ന അസുരനുള്ള ആടിനെ കുറിച്ച് ഇസ്രായേൽ ജനത്തിന് അറിയാമായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അത് മുഴു മനുഷ്യവർഗത്തിന്റെയും പാപം വഹിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ തന്റെ പിന്നാലെ വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് മുഴു ലോകത്തിന്റെയും പാപം ചുമക്കുന്നതെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പഴയ നിയമം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കഴിക്കുന്ന യാഗങ്ങൾ കൊണ്ട് ആ മനുഷ്യന്റെ പാപത്തിന് മാത്രമേ പരിഹാരം, ആ പാപം മൂടിവെക്കാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നില്ല. എന്നാൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം നൽകുന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിടെ മാത്രമേ നിങ്ങൾക്ക് ശുദ്ധീകരണം നടക്കുകയുള്ളൂ. അപ്പം ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഇവിടെ ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ അല്ലെങ്കിൽ പാരമ്പര്യത്തിനോ അല്ല പ്രശസ്തി. ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച സകല മനുഷ്യനും, അത് ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് പാർക്കുന്നവനായിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് നിറത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് മതവിശ്വാസത്തിലൂടെ പോകുന്ന വ്യക്തിയായിരുന്നാലും ആ മനുഷ്യന്റെ പാപപരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. പ്രൈസ് ലോർഡ്. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കുള്ളൂ. ഈ പാപപരിഹാരം നിങ്ങൾക്ക് ലഭിക്കുവാൻ, ഈ ശുദ്ധീകരണം ലഭിക്കുവാൻ നിങ്ങളിന്ന് കാളയോ ആടുകളെയോ പ്രാക്കുഞ്ഞുങ്ങളെയോ കോഴികളെയോ ഒന്നും യാഗം കഴിക്കണ്ട. ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടികളുടെ രക്തം കൊണ്ട് പാപത്തിന് പരിഹാരമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപപരിഹാരമുണ്ട്. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പാപം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പാപം നിന്റെ കുടുംബത്തിനകത്തുനിന്ന് പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം, പാപത്തിന് നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ ഒരു പരിഹാരം വരാത്തിടത്തോളം കാലം നിന്റെ കുടുംബം ശാപത്തിനകത്താണ്. ഈ പാപത്തിന്റെ മറ്റൊരു കാര്യമാണ് ശാപം. എപ്പോൾ നിന്റെ കുടുംബത്തിനകത്തെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്നു, നീയും നിന്റെ മക്കളും നിന്റെ കുടുംബവും യേശുക്രിസ്തുവിലൂടെ പാപപരിഹാരം വരുത്തോ, അപ്പോൾ കുടുംബത്തിന്റെ ശാപം മാറും. ശാപം കിടക്കുന്നിടത്തോളം കാലം കുടുംബത്തിനകത്ത് ഇരുട്ടായിരിക്കും. ഇരുളുകൾ കൊണ്ട് നിറയപ്പെട്ട ഈ ഭൂമിയിൽ നിങ്ങൾ അതിൽ വസിച്ച് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് അനധികൃതമായ വ്യാജ ശുശ്രൂഷകൾ പെരുകിക്കൊണ്ടിരിക്കുക. കള്ളപ്രവാചകന്മാരും ആമിലെ ഉപദേഷ്ടകന്മാരും പെരുകി ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. നിങ്ങളതിൽ കുടുങ്ങിപ്പോകരുത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ശക്തനായ ശുശ്രൂഷകൻ, അദ്ദേഹം വലിയൊരു മീറ്റിംഗ് നടത്തുക. അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ സൗഖ്യത്തിന് വേണ്ടി ഒരു സഹോദരി ചെന്നപ്പോൾ ആ സഹോദരിയെ കയറ്റി അവിടെ നിർത്തിയിട്ട് ആ സഹോദരനുള്ള ബന്ധനത്തെ എടുത്തിട്ട് അദ്ദേഹം പറയുക, ഞങ്ങളെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ 5 തലമുറയിലേക്ക് അങ്ങനെ കിടക്കുക തലമുറയിലേക്ക് ഈ പാപത്തെ ഞാൻ അയക്കുക, അവന്റെ മക്കളെല്ലാം ചത്തുപോകട്ടെ എന്ന് ശുശ്രൂഷൻ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണണം കേട്ടോ. ആ മനുഷ്യൻ പറയാനുള്ള ശുശ്രൂഷൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അങ്ങോട്ട് അയക്കുകയാണ്. ഇത് ചെന്ന് അവരുടെ മേൽ കയറി ഞങ്ങളെ കളിയാക്കുന്നവർ, ഞങ്ങളെ അപമാനിക്കുന്നവരുടെ മേൽ ഈ ശാപം ചെന്ന് കയറിയിട്ട് അവനും അവന്റെ തലമുറയിൽ നശിച്ചു പോട്ടെ, ചത്തുപോകട്ടെ എന്ന്. അപ്പൊ ഞാനത് കേട്ടപ്പോ എനിക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. എന്താ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നത്? ഏത് ആത്മാവിനധീനതാണൊക്കെ ചിന്തിച്ചു. ഈ കർത്താവ് പറഞ്ഞത് എന്താ? കർത്താവ് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പിന്ന, അല്ലേലിയ, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞേ. അല്ലേലിയ, നിന്റെ സഹോദരനെ മൂടാ എന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് യോഗ്യനാകുന്നൊക്കെ കർത്താവ് പറഞ്ഞു. അതല്ല, ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പോലും കർത്താവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞത്. അല്ലാതെ യേശു ആരോടും പറഞ്ഞില്ല ഈ ശാപമെല്ലാം നിന്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞില്ല. നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യം എന്താ? സകല ജനങ്ങളും മാനസാന്തരപ്പെടണമെന്ന്. അപ്പോൾ ശുശ്രൂഷയ്ക്കകത്ത് ഓരോ ശുശ്രൂഷകന്മാർ വിളിച്ചു പറയുന്നത്,
ഈ സഹോദരനുള്ള പാപം, ഈ ശാപം, ഈ ബന്ധനം ഞാൻ അങ്ങ് അയക്കുന്നു. അത് ഞങ്ങളെ അപമാനിക്കുന്നവരിൽ ചെല്ലട്ട്, അവനും കുടുംബം ചത്തു പോകട്ടെ എന്ന്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ദുരുപദേശന്മാർ, ദുരാത്മാവുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവുള്ള അനവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പണം കൊയ്യാൻ വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, പേരിനും പ്രശസ്തിക്കും വേണ്ടി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സുവിശേഷം വിറ്റ് കാശാക്കി ജനത്തെ കബളിപ്പിച്ച്, ജനത്തെ പേടിപ്പിച്ച് അവരെ ഭയപ്പെടുത്തുന്ന അനവധി ദുരുപദേശന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന നഗരവാലിൽ പുറത്തു വെച്ച് കഷ്ടസഹി അനുഭവിച്ചു എന്നുള്ള ആ വചനം നീ ഏറ്റെടുക്കണം. ദുരുപദേശത്തിൽപ്പെട്ടു പോകരുത്. ചിലർക്കൊക്കെ അത് കേൾക്കുമ്പോഴേ പേടിയാ. ആ സഹോദര പാപം, അവരുടെ മേലെ ശാപം ഞാനിപ്പോ അയക്കുന്നു, അയച്ചാൽ നീ നിന്റെ കുടുംബം നശിക്കും, നീ നിന്റെ കുടുംബം ചത്തുപോകുന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് പേടി. എന്നെ പ്രിയ സ്നേഹിതർ, നിങ്ങൾ ദൈവവചനം പഠിക്കേ. ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ദൈവവചനത്തിൽ രേഖപ്പെടും. ഒരിക്കലും നമ്മൾ നശിച്ചു പോകാൻ, മരിച്ചു പോകാൻ, ശാപം നമ്മുടെ കുടുംബത്തിൽ വരാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ശാപത്തിൻ കീഴിലായിരുന്ന മനുഷ്യനെ ശാപത്തിൽ നിന്ന് പാപത്തെ വിടിയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു മരത്തിന്റെ ശാപമായി തീർന്നത്. ഹല്ലേലൂയ. നമ്മൾ ഗലാത്യലേഖനം 3:13 വായിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് ശുദ്ധീകരണം വരുത്തി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വേണം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ദൂത്. ഹല്ലേലൂയ. എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന ദൂതാണ്. പ്രൈസലോ. അപ്പൊ നമുക്ക് ദൈവവചനം. അപ്പൊ ഒരുപാട് ദുരുപദേശങ്ങൾ കള്ളപ്രവാചകന്മാരും ഒക്കെ ഭൂമിയിൽ ഇറങ്ങി പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് മനുഷ്യനെ ഭയപ്പെടുത്തി പണം ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഹല്ലേലൂയ. നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെട്ടു പോകരുത്. ലോകത്തിൽ വിളിച്ചു പറയുന്നതെല്ലാം കേട്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. വിശുദ്ധ വേദപുസ്തകം പറയുന്ന സത്യത്തെ നീ തിരിച്ചറിയണം. രക്തം ചെയ്യം. ഹല്ലേലൂയ. ഞാൻ ആ മനുഷ്യനെ, അങ്ങനെ ശുശ്രൂഷിച്ച മനുഷ്യനെ പേര് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറയുന്നില്ല, പേടിച്ചിട്ടല്ല കേട്ടോ. നമ്മളെന്തിനാ ഒരാളെ പൊതുസമൂഹത്തിൽ അങ്ങനെ വിളിച്ചു പറയുന്നത്? പക്ഷെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടവരാണ്. ഇപ്പോഴും അത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നവനാ. ദൈവം നമ്മോട് ദയാലുക, അല്ലെങ്കിൽ ദൈവം നമ്മോട് മനസ്സിലിവ് കാണിക്കുന്നവനാ. ഒരപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ നമ്മോട് കരുണ തോന്നുന്നവനാണ് നമ്മുടെ യേശു. അതുകൊണ്ടാണല്ലോ പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ, ശാപത്തിൻ കീഴിൽ വസിക്കുന്ന ജനത്തെ രക്ഷിപ്പാൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തി അവന്റെ കുടുംബത്തിന്റെ ശാപത്തെ നീക്കി അവന്റെ കുടുംബത്തിൽ നടക്കുന്ന മരണങ്ങളും അതുപോലെയുള്ള കണനീരിന്റെ അനുഭവങ്ങളെ മാറ്റുവാൻ വേണ്ടി പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് യെരൂശലേം നഗരവാതിൽ വെച്ച് യേശു ഈ കഷ്ടം സഹിച്ചത് നമുക്ക് പാപമോചനം തരാൻ വേണ്ടിയിട്ടാ, നമുക്ക് ശുദ്ധീകരണം തരാൻ വേണ്ടിയിട്ടാ, നമ്മുടെ ശാപത്തെ നീക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശ്രോതാവി, യേശു ക്രിസ്തുവിലുള്ള നിന്റെ കുടുംബത്തിന്റെ പാപത്തിന് ശാപത്തിന് പരിഹാരമുണ്ട്. യേശു നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആഗ്രഹിക്കുക, നിന്റെ സങ്കടം മാറ്റാൻ യേശു ആഗ്രഹിക്കുന്നു. നീ കടന്നു പോകുന്ന സകല പ്രതികൂലങ്ങളെയും മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കണം, അതാണ് നിങ്ങൾക്ക് ഉയരുവാൻ ആഗ്രഹമുണ്ട്, ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ നിങ്ങളുടെ മക്കളും അനുഗ്രഹിക്കണം. മക്കൾക്ക് നല്ല തലമുറ, നല്ല ഭാവി വേണമെന്ന് ആഗ്രഹിക്കണം. നിങ്ങൾ അവർ നല്ലവണ്ണം പഠിക്കണം, നല്ല ജോലി വാങ്ങണം, അവർ രോഗമില്ലാതെ, പാപമില്ലാതെ, ദുരിതങ്ങൾ, പട്ടിണിയില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാവരും. പക്ഷെ പലർക്കും ഇതിന് കഴിയുന്നില്ല. ഹല്ലേലൂയ. കാരണം പലരുടെയും കുടുംബത്തിനകത്ത് പാപം മുഖാന്തരം ശാപവും നിലനിൽക്കുന്നിടത്തോളം കാലം കണ്ണുനീരിന്റെ അനുഭവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾക്ക് ദൈവാത്മാവ് ഒരു അവസരം കൂടെ നൽകുകയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങളുടെ പാപത്തിന് പരിഹാരം നൽകാൻ യേശു ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അതേ സ്നേഹിത, അതേ സമയമാണ് നിന്റെ പാപത്തിന് പരിഹാരം ശുദ്ധീകരിച്ച് നിന്റെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റി നിന്റെ ഈ ഭൂമിയിലെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മടങ്ങി വന്നാൽ ഒരു അനുഗ്രഹം നിനക്കുണ്ട്. അതുകൊണ്ടാണ് മരണത്തിന്റെ വക്കോളം എത്തി നിന്ന മനുഷ്യനോട് മാർട്ടിൻ ലൂതർ ചോദിച്ചു, നീ ഭൂമിയെ വിട്ട് കടന്നു പോകുമ്പോൾ നീ എന്താണ് ദൈവത്തിന് കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ മരണത്തിന്റെ വക്കോളം എത്തുന്ന മനുഷ്യൻ പറഞ്ഞത് എന്താണ്?
എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഞാൻ അതിനാൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ഞാനത് കാണിക്കുക, ഞാൻ എന്റെ ദൈവത്തെങ്കിലേക്ക് പോകുന്നു. അതെ, നിങ്ങളുടെ ചിന്ത അങ്ങനെ ആയിരിക്കട്ടെ. ഭൂമിയിലുള്ളതിനു വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്രകാരം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ദൈവത്തിന്റെ കുഞ്ഞാടായി മാറി കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. അപ്പൊ ആടിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ യാതൊരു കരുണയുമില്ലാതെ വലിച്ചിരിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. യേശുവിനെ കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുപോയതും അതേ നിലയിലായിരുന്നു. ഈ ആടുകളെയൊക്കെ അറക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് പുറകോട്ട് ഭയങ്കര ബലം പിടിക്കും. അപ്പൊ ഈ അറക്കാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി യാതൊരു ദയയില്ല കരുണയില്ലാതെ ആടിനെ അറക്കും എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ കർത്താവിനെ ഈ ലോകം യാതൊരു കരുണയും കാണിക്കാതെ, ദയം കാണിക്കാതെ ഗെത്സമനെ തൊട്ട് ഗോൽഗോത്ത വരെ ഭാരമേറിയ കുരിശ് കുടിച്ചു കൊടുത്ത് അവനെ മർദ്ദിച്ച്, ഹല്ലേലൂയ, യേശുവിനെ ക്രൂശിച്ചത് അതുപോലെ. അതുകൊണ്ടാണ് ആമേ പ്രവാചകൻ എഴുതി വെച്ച കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എന്നാൽ രോമം കത്രിക്ക് ഉടമ്പാകും മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മൗനമായിരുന്നു അല്ലേ എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മളിവിടെ യെശയ്യാ പ്രവാചകൻ 53:12 വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവരെ മഹാന്മാരുടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമങ്ങൾക്കാർക്ക് വേണ്ടി ഇടവിൽ നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഹല്ലേലൂയ. വീണ്ടും 11-ാമത്തെ യെശയ്യാ പ്രവാചകൻ പുസ്തകം 11 വാക്യം, അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ എന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കുമെന്ന്. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസോ. ആകയാൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ കുഞ്ഞാട് പാപമോചനം നൽകിയിരിക്കുന്നു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, മാനവരാശിയുടെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, യോഹന്നാൻ വിളിച്ചു പറഞ്ഞ അതേ ദൈവത്തിന്റെ കുഞ്ഞാട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള സകല മാനവകുലത്തിനും പാപത്തിന് പരിഹാരം നൽകുന്നു, ശുദ്ധീകരണം നൽകുന്നു. പാപപരിഹാരം കുടുംബത്തിൽ നടക്കുമ്പോൾ, ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറുന്നു, ഇരുൾ അഴിഞ്ഞു പോകുന്നു. സാത്താൻ നിന്റെ കുടുംബത്തിൽ നിന്ന് ആധിപത്യം മാറ്റുന്നു. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൈവാധിപത്യം കടന്നു വരും. അപ്പൊ സാത്താനി ആധിപത്യം നമ്മുടെ കുടുംബത്തിൽ നീങ്ങി ദൈവാധിപത്യം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ സാത്താന്റെ ആധിപത്യത്തിൽ പോകാതെ ദൈവാധിപത്യത്തിലേക്ക് വരിക. നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്, നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ച് കളയരുത്. നിനക്ക് തന്നിരിക്കുന്ന ജീവിതം ഒരിക്കൽ മാത്രമാണ്. അത് കർത്താവിന് വേണ്ടി ജീവിച്ച് പാപപരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ആത്മാവിന്റെ ഒരുക്കത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു നമുക്ക് പാപമോചനം നൽകുന്നു. രക്ഷയുടെ സന്തോഷം ദൈവം നമുക്ക് നൽകുന്നു. പാപമോചനം നൽകുക മാത്രമല്ല, അവൻ രക്ഷയുടെ സന്തോഷം നമുക്ക് നൽകുന്നു. നിത്യതയിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു നൽകുന്നു. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള അവൻ ഉപദേശം നമുക്ക് നൽകുന്നു. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനമൊക്കെ നമ്മൾ വായിക്കും. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് എഴുതുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന്. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം, യേശുവിന്റെ രക്തത്താൽ നാം മോചിതരായതിനു ശേഷം, യേശുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പറഞ്ഞാൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ കോപം നമ്മളിൽ നിന്ന് മാറി നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് പാപവും ശാപവും മുഖാന്തരം കണ്ണുനീരിന്റെ അനുഭവമാണെങ്കിൽ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടം മാറുവാൻ, രോഗം മാറുവാൻ, ബന്ധനം മാറുവാൻ, നിന്റെ ജോലി അനുഗ്രഹിക്കുന്നത്, ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ,
നിന്റെ കടക്കണികൾ മാറുവാൻ, മാമി പാരമ്പര്യമായി എന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന മഹാവ്യാധിയുടെ അനുഭവങ്ങൾ മാറുവാൻ, കുടുംബത്തിനകത്തെ കണ്ണുനീരിന്റെ അനുഭവം മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഒരേ കാര്യം നീ ചെയ്താൽ മതി. റോമാലേഖനം 10:9 പറയുന്ന പോലെ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കും, വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും ചെയ്യണം. അവർ വിശ്വസിക്കുന്നവരാരും രക്ഷിച്ചു പോകത്തില്ല. നിന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇന്നൊരവസരം കർത്താവ് നിനക്ക് തരികയാണ്. നീ രക്ഷയുടെ വചനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ മാറ്റിക്കളഞ്ഞ് നീ കർത്താവിനെ നീതീകരിക്കപ്പെട്ട് വരുവാനുള്ള കോപത്തിൽ നീ ഒഴിഞ്ഞു മാറണം. വരുവാനുള്ള കോപത്തിൽ യേശുവിന്റെ കോപത്തിൽ ന്യായവിധി നീ ഒഴിഞ്ഞു മാറി കർത്താവ് യേശു ക്രിസ്തുവിനാൽ നീ രക്ഷിക്കപ്പെടണം. ഇന്ന് പകൽ കർത്താവ് നിന്നെ ആഹ്വാനം ചെയ്യുക. ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന് നടുവിൽ കടന്നു പോകുന്നെങ്കിൽ ഒരു വിടുതൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. നാം വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇബ്രാഹിം ലേഖനം വലിയൊരു സ്തോത്രം 13-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമുള്ള വായിച്ചത്. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിൽ പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അതേ മാനകുലത്തോട് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് സംസാരിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യെരൂശലേം നഗരവാതിൽ പുറത്തു വെച്ച് ആ കാൽവറിയില് നിനക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് ഞാനാ. നീ എന്നെ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്റെ രക്തം നിനക്ക് ശുദ്ധീകരണം തരും. നിന്റെ സകല സങ്കടങ്ങളും മാറും, കണ്ണുനീരും മാറും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്നലകളിൽ നീ അനുഭവിച്ച ദുരന്തങ്ങളെ മാറ്റിയിട്ട് നിനക്ക് നിന്റെ കുടുംബത്തിന് നിന്റെ ഒരാശ്വാസം നൽകാൻ യേശു ആഗ്രഹിക്കുക. അടുത്ത പകല കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്തതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ ആമിക 14 ജില്ലകളായി 3 മക്കൾ കൂടിയോളം വരുന്ന ജനത്തിൽ തലമുറകളെ എണ്ണത്തിൽപ്പെടാത്തവരെയും അന്യവസ്ഥാന തൊഴിലാളികളെയും ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രങ്ങളിലായ 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളിലുള്ള ജലത്തിന്റെ ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, വിവിധ ഗോത്രഭാഗം ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSC ക്രമസമാധാന പാലക, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, യാത്ര ചെയ്യുക, വാഹന സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവ് കടലോര വാസികളെ, തീരദേശവാസികളെ, ആഴങ്ങളിൽ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ സ്തോത്രം കർത്താവിക സമുദ്ര ആഴങ്ങൾ, ഖനികളും, കമ്പനികളും, ഫാക്ടറി ജോലി, വലുതും ചെറുതുമല്ല വ്യാപാരികളും വ്യവസായികളെയും, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി സർവീസിനും ദൈവരങ്ങൾ ഏൽപ്പിക്കുക. സഹകരണ പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, കർത്താവിയായിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സകല ജനത്തെയും, കർത്താവിയുടെ മത, സാമൂഹിക, സാംസ്കാര സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കർത്താവിയുടെ മത നേതാക്കന്മാർക്കായി പാർട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തെയും ബാല്യത്തെയും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും അശന യാച്ച് ഓട്ടനിച്ച് ജീവിത തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും പാപത്താൽ ശാപം കൊണ്ട് നിറയപ്പെട്ട് കുടുംബ കണ്ണുനീരിന്റെ നടുവിടെ വ്യാധികളാൽ രോഗങ്ങളാൽ കർത്താവ് ജനമായിരിക്കുമ്പോൾ, കാലമരണങ്ങൾ സംഭവിക്കുമ്പോൾ, കൊടിയ വ്യാധികൾ വരുമ്പോൾ, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉൾപ്പെട്ട നാശനഷ്ടങ്ങൾ, കൊടുങ്കാറ്റും പേമാരിയും ദേശത്തുണ്ടായി മനുഷ്യന്റെ ജീവിതം താറുമാറാകുന്ന ഈ കാലഘട്ടത്തിൽ ജനം തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നരകവാതിലിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജനം വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ജോലിക്കായി കടന്നു പഠിക്കുന്നവർ, താമസമാക്കിയിരിക്കുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, വേദനയുടെ കടന്നു പോകുന്നവർ, നാട്ടിൽ കടന്നു കഴിയാതെ ഭാരപ്പെടുന്നവർ, കർത്താവിന്റെ വേദനയിലേക്ക് ദൈവദാസന്മാർ, സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കുന്ന ദൈവദാസൻ ജയിലിലാക്കി കിടക്കുന്നു. ഒരു മോചനത്തിനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സകല മനുഷ്യങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.